ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായ്സ്, ഞങ്ങളിന്ന് കാക്കാൻ്റെ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോടാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ പിന്നെ അവിടുന്ന് കോഴിക്കോട് നിന്നും കുറേ പോകാനുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് കുറ്റിയാടി എന്നറിയും, പിന്നെന്ത് കങ്കട്ട, അങ്ങനെ എന്തൊക്കെ പറയും സ്ഥലത്തിൻ്റെ പേരിട്ടാ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ ബസ്സിന് നമുക്കറിയില്ല അവിടുത്തെ സ്ഥലങ്ങളൊന്നും. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് പോയി. പിന്നെ അനിയത്തിൻ്റെ കുട്ടീനെ മോളെടുക്കാനുണ്ടായിരുന്നു കേട്ടോ, ഇഷക്കുട്ടീനെ. അപ്പോൾ ഇഷക്കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ പുതിയപ്പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കണ്. അപ്പോൾ ഇഷക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും 4 മക്കളും, അതേപോലെ അനിയത്തിൻ്റെ മോളും കാക്കയും. അപ്പോൾ ഇഷക്കുട്ടി ലിഫ്റ്റിക്ക് ആയിട്ടാണ് കേട്ടോ വന്നത്. ലിഫ്റ്റിക്ക് ഇടാനായിട്ട് ഓൾക്ക് ലിഫ്റ്റിക്ക് ഇല്ലാണ്ട് പിന്നൊന്നും പറ്റൂല, ഓൾക്ക് ലിഫ്റ്റിക്ക് ഇടണം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോയിന്. പിന്നെ എന്താ പറയുക, ഞാനും കാക്കയും മക്കളായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹമാണ് ഇത്, കാക്കാൻ്റെ സ്നേഹിതൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ഉള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അപ്പോൾ കാക്ക പറഞ്ഞ് നമുക്ക് പോവാന്ന്. അപ്പോൾ ബസ്സിനായതുകൊണ്ട് എനിക്കൊരു പേടി, കുട്ടികളൊക്കെ ഇട്ട് ഇങ്ങനെ ബസ്സിന് കൊണ്ടേ പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ സ്ഥലം അറിയാതെ അവരിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നത്. അപ്പോൾ ഹൈവേ റോഡ് എത്തി, കോഴിക്കോട് ഹൈവേ റോഡിന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാശ് ഞങ്ങളിവിടെ കോഴിക്കോട് ഹൈവേയിലെത്തിട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ കുട്ടികൾ. ഇനിയും ഇതുപോലെ നമുക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഹൈവേയിലൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഒരു പള്ളി കയറി കുട്ടികൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി എല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോളോട്ട് ഇവിടെ വണ്ടിയിലിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള നല്ല ചൂട്, അങ്ങനെ വേർത്തൊലിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലേശം വെള്ളമൊക്കെ കൊടുന്നു ഞങ്ങൾ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ. അപ്പോൾ ഓല് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിക്കൂടെ ഇനി ഞങ്ങൾ പോകണ്ടേ, ഹൈവേന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ ഹൈവേൻ്റെ താഴെക്കൂടുള്ള റോട്ടിനാണ് പോകാനുള്ളത്. മോളിതാ പറഞ്ഞിരിക്കുകയാണ്, അവർ വന്നെങ്കിൽ വേഗം പോവുക, അവിടെ കാണാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയവർ ഇപ്പോഴും കാണുന്നില്ല. കുറേ നേരമായി പോയിട്ടിട്ടോ, അവരെല്ലാവരും വാഷ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു യാത്ര പോകാൻ. അല്ലേ മോളെ, പോകാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ എവിടേക്കും അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. പിന്നെ പോകാനാണെങ്കിൽ നമ്മൾ കയ്യിൽ പൈസ വേണമല്ലോ. അപ്പോൾ ഞാൻ ഇനി അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കാൻ. അപ്പോൾ അതെല്ലാവരും വണ്ടിയിലേക്ക് കയറി ഞങ്ങളിതാ കുറച്ചുകൊണ്ട് ഓടിയപ്പോൾ നല്ല അടിപൊളി അവർ അവിടെ തന്നെ ഉണ്ടാക്കണ ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിപ്സ്, പിന്നെ ലേസ്, പിന്നെ പല ഐറ്റംസ് മിക്സർ, കടികൾ, പിന്നെ പൂള ചിപ്സ്, കൊള്ളി, അങ്ങനെ ഒരുപാട് ഐറ്റം, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാനിവിടുന്ന് വാഴക്ക ചിപ്സ്, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ കഴിച്ച് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അവർ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് മീനിനോടാണ് താല്പര്യം. അപ്പോൾ മീനൊന്നും കിട്ടാഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ മോശമായപ്പോൾ, ബീച്ചൊക്കെ മോശമായപ്പോൾ പിന്നെ അങ്ങനെ മീൻ കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോയിന്, മക്കളങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിന് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ടെന്ന് അറിയണത് വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും
ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. അടിപൊളി കടികളാണ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ എന്താ പറയുക, ചക്കൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര ഇത് എന്താ പറയുക, താഴത്ത് നമുക്ക് കാണുമ്പോൾ അത്ഭുതം, പക്ഷെ അവർക്ക് അവിടെ ഇങ്ങനെ കിട്ടണതുകൊണ്ട് അത്ര വലിയ ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾക്ക് കാണാതെ കാണുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇത് സന്തോഷമൊക്കെ. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് ഞങ്ങൾ. നമ്മൾ കാണാത്തൊരു സ്ഥലമൊക്കെ കാണുമ്പോഴുള്ളൊരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് അതൊക്കെ. അപ്പോൾ ഏകദേശം ഒരു വീടെത്താനായെന്ന് പറഞ്ഞ് എന്താ മുള്ളമ്പത്ത് അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ വഴിതെറ്റി പോയിട്ടാണ്. ഞങ്ങൾ വഴിതെറ്റിങ്ങനെ ഒരുപാട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്താ പറയുക ഒരുപാട് വണ്ടി ഓടിയിട്ടുണ്ട്. ഞങ്ങൾ ആ സ്ഥലം പറഞ്ഞ് അവിടെ നിന്ന് തന്നെ വഴിതെറ്റിപ്പോയി. പിന്നെ എവിടെയൊക്കെ നമ്മൾ സ്ഥലം അറിയാതെ ഇങ്ങനെ കുറേ തെണ്ടി. അങ്ങനെ സാവകാശം ഒരു വിളിച്ച് പറഞ്ഞ് ഒരു നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു തന്നു, പക്ഷെ മനസ്സിലായില്ല. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ എത്താനായിന് കേട്ടോ. ഏകദേശം ഞങ്ങൾ കുറേ നേരമായി, ഞങ്ങൾ 2 മണിയായിന് ഏകദേശം അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ഈ പാലത്തിൻ്റെ അവിടെ കാണുന്ന പുഴയില്ലേ, ആ പുഴേൻ്റെ അവിടെ താഴത്താണ് ഓല സ്ഥലം. അപ്പോൾ അവിടേക്ക് പോവാട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എത്തി ഗായ്സ്. അപ്പം ഞങ്ങളിങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കണുണ്ട് കേട്ടാ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വണ്ടിയിലിരുന്ന് ആകെ ചടച്ച് പോയി. പറയണിങ്ങനെ പാട്ടൊക്കെ ഉള്ളതാണ് വൈബ് അടിച്ച് ഇങ്ങനെ പോകാൻ. പക്ഷെ വണ്ടിയിലുള്ള എന്താ പറയുക സബ് കേടുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആകെ ചടുപ്പായി. അപ്പോൾ ഗായ്സ് ഞങ്ങൾ അവിടെ എത്തി. ഇങ്ങനെ കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ച് പോയി. രാവിലെ നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് പോയതല്ലേ, അങ്ങനെ കൂടുതലൊന്നും കഴിക്കാനും പറ്റിയിട്ടില്ല കുട്ടികൾക്ക്. ഞങ്ങളിവിടുന്ന് ഒരു 9 മണി ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. കുട്ടികൾ മദ്രസയൊക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഒന്നല്ല, പിന്നെ കകാനെ സ്നേഹിത വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വഴിതെറ്റി ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ സ്നേഹിത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പോയിട്ട് വഴിതെറ്റി വന്ന്. ഓല് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ എന്താ പറയുക ഇടയിൽ കൂടെ ഇങ്ങനെ കുറേ റോഡുകളും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. നമ്മളറിയാത്ത സ്ഥലമല്ലേ. അപ്പോൾ കാക്കാൻ്റെ സ്നേഹിത അങ്ങനെ ഗായ്സ് അൽഹംദുലില്ലാ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. അപ്പോൾ ഓല വീട്ടിലെത്തി. ഇപ്പോൾ ഇതാ മാങ്ങ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ സോഫ ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളി വീടാണ്, നല്ല അടിപൊളി വീടാണ്. ഇപ്പോൾ പുതിയ വീട് ഒരു എടുത്തതാണ് കേട്ടോ. 3 വർഷം എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ മോനിത മേലെ കയറി പോകുന്നുണ്ട്. അപ്പോൾ അവർ സംസാരം നമ്മളെ സംസാരിട്ടെ ഒരു ഇത് കിട്ടണില്ല, എന്താ പറയുക ഇങ്ങനെ മനസ്സിലാവണില്ല. പെട്ടെന്ന് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. അപ്പം ഞങ്ങളങ്ങോട്ട് പറയണ അവർക്കും മനസ്സിലാവണില്ല, അവരിങ്ങോട്ട് പറയണ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ പറയേണ്ട മലയാളമല്ലേ, അങ്ങനെയല്ല. ഓലെ സംസാരം എന്തോ ഒരു എന്താ പറയുക ഒരു പറയാൻ കിട്ടണില്ല, അതിന് മനസ്സിലാവാത്ത പോലെ. അപ്പോൾ കാക്ക സ്നേഹിതം വന്നിട്ട് ഇങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതാണ് ചോദിക്കണതെന്നൊക്കെ. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ടവർ. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ ഓലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ് ഇതിന്. അപ്പോൾ അത് റൈസ് വേറെ, അതേപോലെ മസാല വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബിരിയാണി കേട്ടോ. ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു അച്ചാറുണ്ടായിരുന്നു, അച്ചാർ സൂപ്പർ ടേസ്റ്റ്. പിന്നെ എന്താ പറയുക അച്ചാർ, സാലഡ്, ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ റാത്തായി. അടിപൊളി ടേസ്റ്റ് ഭക്ഷണം പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ബിരിയാണി. അപ്പോൾ അതൊരു മോനും 2 മോളുമാണ് കേട്ടോ.
2 പെൺകുട്ടികളും ഒരു മോനാണ്. അപ്പോൾ മോനാണത്. അപ്പോൾ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓൻ്റെ കളിപ്പാത്രങ്ങളൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ മക്കളതൊക്കെ കളിച്ച് ഞങ്ങളിപ്പോൾ പുഴ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഓലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അതായത് വൈക്കൂടെ ഇങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഓലെ അമ്മായിൻ്റെ വീട്, ഏട്ടന്മാരുടെ വീട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ അവരെല്ലാവരും എടുത്തെടുത്ത് തന്നെ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ സ്നേഹിതനായിട്ട് ഞങ്ങളിതാ ഇങ്ങനെ ഈ വൈക്കൂടെ ഇങ്ങനെ പോകണം. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോൾ എനിക്കൊരു പേടി പോലെ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പേടിയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് നല്ല താഴത്തേക്കായിട്ട് ഇറങ്ങി പോകണം. എനിക്കൊരു പേടി, ഇങ്ങനെ പാമ്പുണ്ടാവുമോ എന്നുള്ള. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല താഴത്തേക്ക് പോകണം നമ്മൾ. അപ്പോൾ എനിക്കൊരു പേടി പോലെട്ടെ ഇറങ്ങാനായിട്ട്. ഞാനിങ്ങനെ പറയും പാമ്പിനെ ചോട്ടേണ്ട, ഇവിടെ പാമ്പ് ഉള്ള സ്ഥലങ്ങളാണ് ഇക്കാരം. കാക്ക എന്നോട് പറയുന്നത് അങ്ങോട്ട് പോയിക്കോ, തിരിച്ച് പോയിക്കോ, ഞങ്ങളിങ്ങോട്ട് പോയിക്കോളാന്ന്. അങ്ങനെ എന്താ പറയുക, അവരെല്ലാവരും അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ കാക്കാൻ്റെ സ്നേഹിതനും പറയണം വാ പോരുന്ന്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഞാനിതാ ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ഗായ്സ് ഞാനും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കാക്ക മേലൊക്കെ വന്നിട്ട് കൈ പിടിച്ചേരം അങ്ങോട്ട് ഇറങ്ങുന്നു പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ പൊത്തൊക്കെ ഉണ്ട്, നല്ല പേടിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ താഴത്ത് ഇറങ്ങിയതാണ്. പുഴയിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ, നല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അടിപൊളി വൈബാണ് മക്കളെ. അപ്പോൾ ഞാനും ഇറങ്ങി, കണ്ടില്ലേ ഇവിടെയൊക്കെ വെള്ളമുള്ള സ്ഥലമാണ്. പക്ഷേ വെള്ളം വറ്റി, ഇത്രയും നല്ല ചൂടല്ല, വെള്ളമൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇനി മഴ പെയ്താൽ നല്ല വെള്ളം ഉണ്ടാവും എന്ന് അറിയണം. അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ കുറച്ച് ചേച്ചിമാർ അവിടെ അലക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് കണ്ടില്ലേ, കുട്ടികൾക്ക് നല്ല രസം കളിക്കാനായിട്ട്. അപ്പോൾ ഉള്ള വെള്ളത്തിൽ ഇഷക്കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. അപ്പോൾ അപ്പുറത്തൊക്കെ വില കുടുംബക്കാരാണ്. അപ്പോൾ ഞങ്ങളിതാ അപ്പുറം ഒരു കുന്നുമേലൊരു മാങ്ങ മരുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ മൂഞ്ചി കുടിക്കണ ഒരു ഐറ്റം, നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് മാങ്ങ പറിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ ചക്കൊക്കെ ഉണ്ട്, ചക്ക ഒരുപാട് അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, അപ്പോൾ കാക്കാൻ്റെ സ്നേഹിതൻ എന്നെ അവിടെ നിന്നൊക്കെ പറിച്ച് തന്നത് കേട്ടോ ഞങ്ങൾക്ക്. എന്താ പറയുക, അപ്പോൾ സ്നേഹിതന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ട പാവം. ഞങ്ങൾക്ക് ഒരുപാട് ചക്കയും മാങ്ങയും ഇതൊക്കെ പറിച്ച് തന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ മീനും കൊണ്ടുവന്നില്ല, മീൻ കിട്ടാനില്ല ഗായ്സ്. അതുകൊണ്ടാണ് ഗായ്സ് ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇത് കണ്ടില്ലേ, ഇവിടെ ഞങ്ങൾ പുഴയിൽ ഇറങ്ങി നിൽക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്നായിട്ട് പുഴയിൽ. അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്, ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഈ പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴി കാണിച്ചു വേണ്ടില്ലേ, ഞങ്ങൾ വന്ന വഴിയാണ് കാണുന്നത്. ഇതാ ഇവിടുന്ന് അവിടെ ഒരു ഇടമുണ്ട്, അവിടെ നിന്നാണ് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഇത്രയും ലോങ് നടന്നു. വേഗം വാ. അപ്പോൾ ഇവിടെ പോയത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഇവിടെ നിന്ന് വെള്ളമില്ല. അവരത് നടന്ന് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് അക്കരെ എത്തണം ഞങ്ങൾ പോട്ടെട്ടാ. മോനിങ്ങോട്ട് ഇതാ മോളെ. ഞങ്ങളെ വണ്ടി നിറയെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന അവരെ തറവാടാണ് കേട്ടത്. ചക്ക ഉണ്ടില്ലേ, പൊന്ന ടവലെടുത്താ പൊന്ന ഡി എടുക്ക്. ചക്ക മാങ്ങ പോവാണ് ഗായ്സ്, ഞങ്ങൾ പോവാനേ.